Good morning to all of you. Today we are going to discuss about classification of goods. ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഗുഡ്സിനെ നമ്മൾ എത്രമാത്രം കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അസസ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എത്രമാത്രം ഡ്യൂട്ടിയാണ് വരുന്നത് എന്ന് നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ എന്താണ് അത് ഡ്യൂട്ടിയുടെ പരിധിയിൽ വരുന്നില്ല എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഗുഡ്സ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേകമായ ഷെഡ്യൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗുഡ്സ് ക്ലാസിഫൈ ചെയ്യുക. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സിൽ പ്രതിപാദിക്കുക. Import and export of goods are required to be assessed to duty, which may include an assessment of nil duty. For this purpose, it is necessary to determine the classification of the goods, which basically means the categorization of the goods in a specific heading of the schedules to the Customs Tariff Act 1975. കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 അനുസരിച്ച് ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 ഷെഡ്യൂൾസ് ആയിട്ടാണ്. അതിലെ ഫസ്റ്റ് ഷെഡ്യൂൾസ് അറിയപ്പെടുക HS എന്നാണ്, ഹാർമണൈസ്ഡ് സിസ്റ്റം. സെക്കൻഡ് ഷെഡ്യൂള് ടാരിഫ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇന്ത്യൻ കസ്റ്റംസ് ടാരിഫ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുക ഹാർമണൈസ്ഡ് സിസ്റ്റം HS എന്ന് പറയുമ്പോൾ ഹാർമണൈസ്ഡ് കമ്മോഡിറ്റി ഡിസ്ക്രിപ്ഷൻ ആൻഡ് കോഡിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സാങ്കേതിക പദമാണ് ഹാർമണൈസ്ഡ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നോമൻ ക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഒരു സാങ്കേതിക പദകം, ഒരു നാമകരണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അത് പല ഷെഡ്യൂൾസിലായിട്ട് ഹെഡിങ്സ് ആയിട്ട് കോഡഡ് ഫോമിലേക്ക് ഈ ഗുഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഹാർമണൈസ്ഡ് സിസ്റ്റം വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുക. ഇത് ലോകത്തിലെ 137 കൺട്രികളിൽ ഒരേപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രത്യേകത. സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുക എക്സ്പോർട്ട് ഡ്യൂട്ടിയുമായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അതിൽ വരിക. അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ഇന്ത്യൻ കസ്റ്റംസ് ടാരിഫ് ആക്ട് ഓർ ടാരിഫ് ഷെഡ്യൂൾ. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് അവിടെ ഗുഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത്. The first schedule specifies the nomenclature that is based on the harmonized commodity description and coding system, generally referred to as harmonized system or simply HS, developed by the World Customs Organization, which is applied uniformly by more than 137 countries the world over. The second schedule contains description of goods chargeable to export duty, as the nomenclature also specifies the customs duty rates. It is called the Indian Customs Tariff or Tariff Schedule.
മെത്തഡോളജി ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട രീതികളാണ് ഇവിടെ പ്രതിപാദിക്കുക. ടാരിഫ് ഷെഡ്യൂൾ അനുസരിച്ച് കമ്മോഡിറ്റീസ് ഓർ പ്രോഡക്ട്സ് ഫിക്സഡ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുകയും അതിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡ്യൂട്ടി റേറ്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുകയും ചെയ്തിരിക്കും. In the tariff schedule, commodities or products are arranged in a fixed pattern with the duty rates specified against each of them. ഹാർമണൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നതിൽ അതിൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ 4 ഡിജിറ്റ് ഹെഡിങ് എന്നുള്ള രീതിയിൽ, 6 ഡിജിറ്റ് സബ് ഹെഡിങ്സ് എന്നുള്ള രീതിയിൽ, അത് തുടർന്ന് ഓരോ രാജ്യത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ 8 ഡിജിറ്റ് ലെവൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിലും അതിൻ്റെ ട്രേഡ് വോളിയൂംസ് അനുസരിച്ച് മോണിറ്റർ ചെയ്യാവുന്നതുമാണ്. The harmonized system provides commodity or product codes and a description up to 4-digit heading and 6-digit subheading levels only, and member countries of World Customs Organization are allowed to extend the codes up to any level subject to the condition that nothing changes at the 4-digit or 6-digit levels. India has developed 8-digit level classification to indicate specific statistical codes for indigenous products and also to monitor the trade volumes. അടുത്തതായിട്ട് പ്രതിപാദിക്കുക ഈ ഹാർമണൈസ്ഡ് സിസ്റ്റത്തിൻ്റെ അമെൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് സമയാസമയങ്ങളിൽ റിവ്യൂ അടിസ്ഥാനത്തിൽ ട്രേഡ് ഫ്ലോയുടെയും ടെക്നോളജിക്കൽ പ്രോഗ്രസിൻ്റെ ഒക്കെയും അടിസ്ഥാനത്തിൽ അതിനെ അമെൻഡ് ചെയ്യാവുന്നതാണ്. അത് 1988 നിലവിൽ വന്നതിന് ശേഷം 92, 96, 2002, 2007, 2012 എന്നീ വർഷങ്ങളിൽ അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹാർമണൈസ്ഡ് സിസ്റ്റത്തിൽ വരുന്ന മെമ്പർ കൺട്രീസിന് അതിൻ്റെ ടാരിഫ് ഷെഡ്യൂൾസ് നയപരമായിട്ട് കോമൺ ആയിട്ട് അമെൻഡ് ചെയ്യാവുന്നതാണ്. The HS is amended periodically in a review cycle of 4 to 6 years, taking note of the trade flow, technological progress, etc. After the HS came into effect on 1/1/1988, it was amended in 1992, 1996, 2002, 2007 and 2012. Member countries including India are under obligation in terms of International Convention on Harmonized System to amend their tariff schedules in alignment with the HS. Therefore, the classification of some commodities products may change over a period of time. അടുത്തതായിട്ട് ഈ ഷെഡ്യൂൾസിൽ വരുന്ന പലതരത്തിലുള്ള കോഡിംഗ് സിസ്റ്റവും കാര്യങ്ങളുമൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ അത് കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേറ്ററി നോട്ട്സ് പബ്ലിഷ് ചെയ്യുന്നു. അത് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ അത് പാലിക്കുന്നതിനും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യുക. For purposes of uniform interpretation of the HS, the World Customs Organization has published detailed explanatory notes to various headings, subheadings. This forms the basis for interpreting the HS. അതുപോലെ തന്നെ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ 4 ഡിജിറ്റ് 6 ഡിജിറ്റ് 8 ഡിജിറ്റ് എന്നുള്ള രീതിയിൽ
ആ കമ്മോഡിറ്റീസിനെ കോഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്, ആ റേറ്റ് ഓഫ് ഡ്യൂട്ടി എത്രമാത്രം ലിവേബിൾ ആണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. The process of arriving at a particular heading or subheading code either at 4-digit, 6-digit or 8-digit level for a commodity in the tariff schedule is called classification. Classification helps in determining the rate of duty leviable. അപ്പോൾ ഈ രീതിയിൽ 4 ഡിജിറ്റോ 6 ഡിജിറ്റോ 8 ഡിജിറ്റോ ഒക്കെ ആയിട്ട് ആ ഗുഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. While classifying goods, importance given to statutory definition and any guideline provided by HS explanatory നോട്ട്സ്. അതായത് ഗുഡ്സ് കാറ്റഗറൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റ്യൂട്ടറി ഡെഫിനിഷന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിൻ്റെ ഹാർമണൈസ്ഡ് സിസ്റ്റത്തിൻ്റെ എക്സ്പ്ലനറ്ററി നോട്ട്സിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചും വേണം അത് മുൻപോട്ട് പോകുവാൻ. അതുപോലെ തന്നെ ടാരിഫ് ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് ഡ്യൂട്ടിയാണ് നമ്മൾ ടാരിഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിട്ട് പറയുക. പ്രത്യേകിച്ച് കൺസെഷനോ എക്സംഷനോ ഒന്നും കസ്റ്റംസ് ആക്ട് അനുസരിച്ച് പറയുന്നില്ല എങ്കിൽ ആ ടാരിഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടിയുടെ അടിസ്ഥാനത്തിൽ ആണ് ആ ഡ്യൂട്ടി ചാർജ് ചെയ്യേണ്ടത്. ദ റേറ്റ് ഓഫ് ഡ്യൂട്ടി സ്പെസിഫൈഡ് ഇൻ ദി ടാരിഫ് ഷെഡ്യൂൾ ഈസ് കോൾഡ് ടാരിഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി. ഗുഡ്സ് വിച്ച് ആർ നോട്ട് ലെവിഡ് കൺസെഷണൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓർ എക്സംപ്റ്റഡ് ഫ്രം ഡ്യൂട്ടി by an exemption notification issued under the Customs Act 1962 are levied the tariff rate of duty. അതുപോലെ തന്നെ അടുത്തതായിട്ട് സൂചിപ്പിക്കുക, ഇന്ത്യയിലുടനീളം ഒരേ രീതിയിലായിരിക്കണം ഇതിൻ്റെ കോഡഡ് ഫോം ഫോളോ ചെയ്യേണ്ടത്. അത് അതിനോടനുബന്ധമായിട്ടുള്ള ബോർഡിൻ്റെ അഡ്വൈസ് അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അവരത് യൂണിഫോമായിട്ട് ഫൈനലൈസ് ചെയ്യേണ്ടത് കമ്മീഷണേഴ്സിൻ്റെയും ചീഫ് കമ്മീഷണേഴ്സിൻ്റെയും ഒക്കെ കോൺഫറൻസിൻ്റെ ഡിസ്കഷൻസിലൂടെയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മാറ്റേഴ്സിലൂടെയും ആയിരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് സൂചിപ്പിക്കുന്ന കാര്യം, പെർമിസിബിലിറ്റി ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈസ് ഗവേൺഡ് ബൈ ദി DGFT's ITC-HS ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. DGFTs എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്സ് എന്നാണ്. ITC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടാരിഫ് കോഡ്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്സിൻ്റെ ഇന്ത്യൻ ടാരിഫ് കോഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുക.